Good morning, all of you. What we learned in the previous class? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ദയർ ആൾജിബ്രൈക് ഫോം അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോമും അതിൻ്റെ ജനറൽ ഫോമുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മളൊരു ന്യൂ ടോപ്പിക്കാണ് നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, എന്താണ് നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ നമ്പർ ഓഫ് ടേംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അവർ ടേംസ് ഈസ് x1, x2, x3, എക്സെട്ര, ദെൻ xn, ദെൻ എക്സെട്ര. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? Then commonly we denote our common difference as d, and our first term is x1, then nth term is xn. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. x1, x2, x3, എക്സെട്ര, xn എന്നുള്ളൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ദെൻ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസിനെ വി കോൾഡ് d, and the first term is x1 and the nth term is xn. ഇങ്ങനെയുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേംസ്, അതിൽ എത്ര നമ്പർ ഓഫ് ടേംസ്, അതായത് എത്ര ടേംസ് ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് x1. കോമൺലി വി സേ ദാറ്റ് ദ ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് x1, x2, x3, എക്സെട്ര, xn. ദെൻ അവർ നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര ടേംസ് ഉണ്ട് എന്ന് കണ്ടെത്തുന്ന രീതിയാണ് ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ? നമ്പർ ഓഫ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേംസിൻ്റെ നമ്പേഴ്സ് കണ്ടെത്തുന്നതാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, എന്താണ് മനസ്സിൽ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? നോക്കി നോക്കൂ, നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? അപ്പോൾ ടേംസ് എന്താണ്? x1, x2, x3, എക്സെട്ര, xn എന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടെങ്കിൽ we want to see the terms, അതായത് നമ്പർ ഓഫ് ടേംസ്, നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടെത്തണം. അപ്പോൾ we denote number of terms as n. ഓക്കെ, n മീൻസ് നമ്പർ. n മീൻസ് എന്താണ്? നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് n എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പർ എങ്ങനെ കാണുന്നതാണ് പറയുന്നത്? നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കാണുന്നതാണ് പറയുന്നത്? ലാസ്റ്റ് ടേം. ഓക്കെ, സീക്വൻസിൻ്റെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ ഡി. ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. ദെൻ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? ഡി. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോമൺ ഡിഫറൻസ് അല്ലേ? നമ്മുടെ കോമൺ ഡിഫറൻസിനെയാണ് ഡി എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ ഡി പ്ലസ് 1. ഇത്രയും ചെയ്തതിനെ നമ്മൾ പിന്നെ എന്തുകൂടി ആഡ് ചെയ്യാണ്? ഒരു 1 കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താണ് നമ്പർ ഓഫ് ടേംസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ നമ്പർ ഓഫ് ടേംസ് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസിന് x1, x2, എക്സെട്ര എന്ന് കാണുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജനറലി നമുക്ക് എങ്ങനെ പറയാം? n മീൻസ് നമ്പർ ഓഫ് ടേംസ്. n is equal to xn. xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? xn denote ലാസ്റ്റ് ടേം. ഓക്കെ, xn denote ലാസ്റ്റ് ടേം. ദെൻ x1 denote our ഫസ്റ്റ് ടേം. ദെൻ d കോമൺ ഡിഫറൻസ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ വരുന്നത്? n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഇനി നമുക്ക് ആ 1 ആഡ് ചെയ്യേണ്ടതാണ്. അത് നമുക്ക് എവിടെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ 1 ലാസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഫസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ദെൻ n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. എന്താണ്? xn മീൻസ് ലാസ്റ്റ് ടേം, xn denotes ലാസ്റ്റ് ടേം ആൻഡ് x1 denotes ഫസ്റ്റ് ടേം ആൻഡ് അവർ d ഈസ് കോമൺ ഡിഫറൻസ്. Then at last add 1. Okay, എന്താണ്? number of terms of arithmetic sequence is equal to xn minus x1 by d plus 1, or n is equal to 1 plus xn minus x1 by d. അത് എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ടേംസും അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ടേംസ് കാണുന്ന ഇക്വേഷൻ എന്താണ്? n is equal to ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1. ഓരോന്നും മനസ്സിലാക്കുക. n എന്ന് പറയുന്നത് നമ്പർ, എത്ര നമ്പറാണോ കാണേണ്ടത് അതിനെയാണ് നമ്മൾ നമ്പർ എന്ന് n ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ x1, xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടേം ഓഫ് അവർ അരിത്തമെറ്റിക് സീക്വൻസ്. ദെൻ x1 മീൻസ് ഫസ്റ്റ് ടേം ഓഫ് അവർ അരിത്തമെറ്റിക് സീക്വൻസ്.
then D denote common difference. Okay. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? How many terms are in the arithmetic sequence? S means arithmetic sequence. How many terms are in the arithmetic sequence? 3, 6, 9, etc. 33. അതായത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ആ സീക്വൻസ്? 3, 6, 9, etc. 32. അപ്പോൾ അപ് ടു 33 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടേം വരെ നമുക്ക് തന്നിട്ടുണ്ട് സീക്വൻസിൽ. അപ്പോൾ ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ടേം 3 ആണ്, സെക്കൻഡ് ടേം 6 ആണ്, തേർഡ് ടേം 9 ആണ്, അങ്ങനെ എക്സെട്ര ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എത്ര ടേം ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്. ലാസ്റ്റ് ടേം ഈസ് 33. അങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര ടേംസ് ഉണ്ട്, ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ്? നമ്പർ ഓഫ് ടേംസ് ഓഫ് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടെത്താം എന്നാണ് പറഞ്ഞത്. എന്താണ്? n എന്ന് കൊടുക്കാം അല്ലേ? നമ്പറിന് n എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്പർ എങ്ങനെ കാണുന്നതാണ് പറഞ്ഞത്? xn മൈനസ് x1 d പ്ലസ് 1. ഇതാണ് നമ്മുടെ ഫോർമുല. എന്താണ്? n മീൻസ് നമ്പർ, ദെൻ xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലാസ്റ്റ് ടേം, x1 ഫസ്റ്റ് ടേം, ദെൻ d കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് സീക്വൻസിൽ തന്നിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. xn means last term. In this sequence the last term is 33. Okay, last term അല്ലേ? നമുക്ക് കണ്ടാൽ അറിയാം ഇതൊരു സീക്വൻസ് ആണ്. ഇതിന്റെ ലാസ്റ്റ് ടേം 33 ആണ്. ദെൻ ഫസ്റ്റ് ടേം x1 is our ഫസ്റ്റ് ടേം. എന്താണ് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 is our ഫസ്റ്റ് ടേം. 3 ആണ് ഫസ്റ്റ് ടേം വരുന്നത്. ദെൻ നമുക്ക് ഒരു കാര്യം കൂടി വേണം അല്ലേ? ഇക്വേഷൻ കംപ്ലീറ്റ് ആവാൻ ഒരു കാര്യം കൂടി വേണം. എന്താണത്? d കോമൺ ഡിഫറൻസ് കിട്ടണം അല്ലേ? കോമൺ ഡിഫറൻസ് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ d എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നത്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറക്കാം, അല്ലെങ്കിൽ തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കുറക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6 മൈനസ് 3 സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടേം കുറക്കുകയാണ്. 6ൽ നിന്ന് 3 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാനുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ദെൻ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് അഗൈൻ മിസ് പറയണേ എന്താണ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. അത് തന്നെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ സീക്വൻസ് 3, 6, 9 എക്സെട്ര അപ് ടു 33 എന്നുള്ള ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടു നോക്കാം. n ഈക്വൽ ടു xn 33 മൈനസ് ദെൻ x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം 3 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? എഗെയിൻ 3 പ്ലസ് 1 അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. 33 മൈനസ് 3 33 മൈനസ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 33ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 30/3 അല്ലേ? ഈ ബൈ 3 അതുപോലെ എഴുതി. പിന്നെ എന്തും കൂടി ഉണ്ട്? പ്ലസ് 1 കൂടി ഉണ്ട് അല്ലേ? ഓക്കെ, നോക്കുക. 13/3 13നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പ്ലസ് 1 10 പ്ലസ് 1 എന്ന് കിട്ടി. 10 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 11 അല്ലേ? അപ്പൊ നോക്കി നോക്കൂ, n എന്നുള്ളത് നമുക്ക് എത്രയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്? n എന്നുള്ളത് 11 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഈ സീക്വൻസിൽ 3, 6, 9 എക്സെട്ര അപ് ടു 33 എന്നുള്ള ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കിട്ടി n ഈക്വൽ ടു 11 എന്ന് കിട്ടി. അപ്പോൾ ഈ സീക്വൻസ് അതായത് 3, 6, 9 അപ് ടു 33 എന്നുള്ള ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 11 ടേംസ് ഉണ്ട് അല്ലേ? അപ്പൊ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് നമുക്ക് കിട്ടി. നമ്പർ ഓഫ് ടേംസ് 11 എന്ന് കിട്ടി. അപ്പോൾ ഈ സീക്വൻസിൽ 33 എന്നുള്ള അപ് ടു 33 എന്നുള്ള ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടാകുന്നാണ് പറഞ്ഞത്? 11 ടേംസ് ഉണ്ട് എന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നോക്കി നോക്കൂ, നമ്മൾ ചെയ്ത അതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കുക. നമ്മൾ
സീക്വൻസ് നോക്കൂ. ഹൗ മെനി ടേംസ് ആർ ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 4, 8, 12 എക്സെട്ര 100 അപ് ടു 100 വരെ പറഞ്ഞിട്ടുണ്ട്. ഹൗ മെനി ടേംസ്, അതായത് 4, 8, 12 എക്സെട്ര 100 എന്നുള്ള അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. എന്താണ് ഹൗ മെനി ടേംസ് ആർ ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് 4, 8, 12 എക്സെട്ര 100 അപ് ടു 100 വരെയുള്ള നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞത് n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1 അല്ലേ. നമുക്ക് സീക്വൻസിൽ ഒന്ന് ജസ്റ്റ് എടുത്ത് എഴുതി നോക്കാം. എന്തൊക്കെയാണ്? xn വേണം. xn പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് അവസാനിക്കുന്നത് ഏത് ടേമിലാണ്? 100-ലാണ്. ദെൻ x1 മീൻസ് ഫസ്റ്റ് ടേം 4. Then we want to see the common difference of the arithmetic sequence അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണും? 8 മൈനസ് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8-ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ അഗെയിൻ 4 അല്ലേ. ഇപ്പം നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 100 ആണ്. ദാറ്റ് ഈസ് xn. ദെൻ ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു 4, കോമൺ ഡിഫറൻസ് b ഈക്വൽ ടു 4 അപ്ലൈ ചെയ്ത് നോക്കാം. n ഈക്വൽ ടു xn എന്ന് പറഞ്ഞാൽ 100 മൈനസ് x1 4 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് 4 പ്ലസ് 1. അപ്പോൾ 100 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1. എന്താണ് ഫസ്റ്റ് ചെയ്യുക? 100-ൽ നിന്ന് 4 മൈനസ് ചെയ്യുക. 100-ൽ നിന്ന് 4 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 96 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1. ഓക്കെ, 96 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1. 96-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 96-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 24 ആണ്. 24 പ്ലസ് 1. Again we get our answer is 25. അപ്പോൾ n എന്നുള്ളത് എന്താണ് കിട്ടിയത്? n എന്നുള്ളത് 25 കിട്ടി. ദാറ്റ് മീൻസ് എന്താ? നമ്പർ ഓഫ് ടേംസ്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് 4, 8, 12 എക്സെട്ര അപ് ടു 100 എന്നുള്ള നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പം നമുക്ക് എത്ര നമ്പർ ഓഫ് ടേംസ് എത്ര കിട്ടി? 25. അതായത് 4, 8, 12 എക്സെട്ര അപ് ടു 100 എന്നുള്ള ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 25 ടേംസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ 4, 8, 12 അങ്ങനെ പോയിട്ടാണ് ഇവിടെ 100 എത്തിയത്. അപ്പോൾ ഈ 4-നും 100-നും ഇടയിൽ എത്ര ടേംസ് ഉണ്ട്? 25 ടേംസ് ഉണ്ട്. അതാണ് നമ്പർ ഓഫ് ടേംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ 4 ഫസ്റ്റ് ടേം, 100 ലാസ്റ്റ് ടേം. അപ്പോൾ ഈ 4-നും 100-നും ഇടയിൽ എത്ര ടേം ഉണ്ട്? 25th ടേംസ് ഉണ്ടായിരിക്കും. അതാണ് നമ്പർ ഓഫ് ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് 4, 8, 12 എക്സെട്ര അപ് ടു 100 എന്നുള്ള ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. ദെൻ വി ഗെറ്റ് ദ ആൻസർ. എത്ര ടേംസ് ഉണ്ട്? 25th ടേംസ്, 25 ടേംസ് ഉണ്ടായിരിക്കും ഈ സീക്വൻസിൽ. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. Can 2012 is a term of an arithmetic sequence 5, 9, 13 etc. അതായത് എന്താണ്? 2012 എന്നുള്ളത് 5, 9, 13 എക്സെട്ര എന്നുള്ള സീക്വൻസിലെ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കുക, നന്നായി ശ്രദ്ധിക്കുക. Can 2012 എന്നുള്ളത് ഈ സീക്വൻസ് ഏതാണ്? സീക്വൻസ് 5, 9, 13 എന്നുള്ള ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? നോക്കി നോക്കാം. എന്താണ് ഇവിടെ നമ്മൾ ലാസ്റ്റ് ടേം ആയിട്ട് നമ്മുടെ xn ആയിട്ട് ഏതെടുക്കുകയാണ്? അപ്പോൾ 2012 ടേം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യാണ് എന്ത്? 2012 ഈസ് എ ടേം. അതായത് ഒരു ടേം ലാസ്റ്റ് ടേം ആയിട്ട് നമ്മൾ 2012 എടുക്കുകയാണ്. ശ്രദ്ധിക്കാം. എന്താണ്? 2012 ഈസ് എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 9, 13 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ലാസ്റ്റ് ടേം ആയിട്ട് എന്താ എടുക്കുന്നത്? 2012 എടുക്കുകയാണ്. ദെൻ നമുക്കറിയാം
ആ ഫസ്റ്റ് ടേം x1 എന്ത് കിട്ടും? x1 ഈക്വൽ ടു 5. അതിവിടെ സീക്വൻസ് തന്നിട്ടുണ്ട് 5, 9, 13. അതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. ദെൻ നമുക്ക് ഒരു കാര്യം കൂടി വേണം. എന്തുകൂടി വേണം? ഡി വേണം, കോമൺ ഡിഫറൻസ് വേണം അല്ലേ? കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടെത്താം? 9 മൈനസ് 5. 9 മൈനസ് 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 അല്ലേ? 13 മൈനസ് 9 എന്ന് പറഞ്ഞാലും 4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി, xn കിട്ടി, x1 കിട്ടി. ഇനി നോക്കൂ, നമ്മൾ nth ടേം, നമ്മുടെ n എത്ര ടേംസ് ഉണ്ട് എന്നൊന്ന് കണ്ടു നോക്കാം. xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. xn എന്താണ്? xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2012 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 5 ബൈ ഡി എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 1. ഓക്കെ, ഇനി 2012 നിന്ന് 5 മൈനസ് ചെയ്യാണ്. 2012 നിന്ന് 5 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2007 ബൈ 4 പ്ലസ് 1 അല്ലേ? 2007 ബൈ 4 പ്ലസ് 1. ഇനി നോക്കി നോക്കൂ, ഇവിടെ 2007 എന്നുള്ളത് 4നെ ഡിവൈഡ് ചെയ്യാം പറഞ്ഞിട്ടുള്ളത് അല്ലേ? 2007 ഡിവൈഡഡ് ബൈ 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2007 എന്നുള്ളത് 4ന്റെ മൾട്ടിപ്പിൾ ആണോ? നമുക്ക് കറക്റ്റ് ആയിട്ട് 2007 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുമോ? ഇല്ലല്ലോ. 2007 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോയിന്റ് വെച്ചിട്ടുള്ള സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ 4 എന്നുള്ളത് 2007ന്റെ മൾട്ടിപ്പിൾ അല്ല. മൾട്ടിപ്പിൾ ആണെങ്കിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടുള്ളൂ. ഇവിടെ നോക്കൂ, 2007 എന്നാണ്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇത് എന്താണ്? 7 ഓഡ് നമ്പർ ആണ്, ദെൻ 4 ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ എങ്ങനെ ആയാലും നമുക്ക് 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അത് നോക്കി നോക്കുക. അപ്പോൾ 2007നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആയിട്ട് നമുക്കൊരു ആൻസർ കിട്ടില്ല. അപ്പോൾ 2007 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 4. എന്താണ്? 4ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല അല്ലേ? ഇവിടെ 4ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല. ഇനി നമ്മുടെ ഇത് നോക്കി നോക്കൂ, ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 4 ആണ് കിട്ടിയിട്ടുള്ളത്. ആ 4 ആണ് ഇത് അല്ലേ? അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് 4 ആണ്. അപ്പൊ നമ്മുടെ ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 വെച്ചിട്ടുള്ളതായിരിക്കുമല്ലോ. 5, 9, 13 എക്സെട്ര അങ്ങനെയാണ് പോണത്. ഇതില് 4 ആഡ് ചെയ്ത് പോകുന്നതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ 2007 എന്ന് പറഞ്ഞത് 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ 2012 എന്നുള്ളത് നമ്മുടെ സീക്വൻസിലെ ഒരു ടേം അല്ല എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. മൾട്ടിപ്പിൾ ആണെങ്കിൽ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. മൾട്ടിപ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കില്ല? ടേം ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ എന്താണ്? 2007 എന്നുള്ളത് 4ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ 2012 എന്നുള്ളത് എന്തല്ല? ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ടേം അല്ല. ഓക്കെ, മനസ്സിലായല്ലോ?